ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്यै നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 23 ദക്ഷചരിതവും ചിത്രകേതു ഉപാഖ്യാനവും. പ്രാചേതസസ്തു ഭഗവന്നവരോഹി ദക്ഷ ത്വൽസേവനം വ്യധിത സർഗവിവൃത്തി ആവിർബഭൂവിധ തദാലസദഷ്ടബാഹു തസ്മൈ വരം ദദിധതാം ച വധൂമസിഗ്നീം. പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷ. അപരൻ എന്ന് പറഞ്ഞാല് പറയാൻ കാരണം മുമ്പ് 16-ാമത്തെ ദശകത്തിൽ ഒരു ദക്ഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ബ്രഹ്മാവിന്റെ മകനായ ദക്ഷൻ, അതായത് ദക്ഷയാഗവും ഒക്കെ നടത്തിയ സതിയുടെ അച്ഛനായ ദക്ഷൻ. ഇത് ആ ദക്ഷനല്ല എന്നറിയാനാണ്. ഇത് പ്രാചേതസ്സുകളുടെ മകനായിട്ടുള്ള ദക്ഷൻ. പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷ ത്വൽസേവനം വ്യധിത സർഗവിവൃദ്ധി കാമ. സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി, ഭഗവത് അനുഗ്രഹം കിട്ടുന്നതിനു വേണ്ടി, അതായത് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ട എല്ലാ ശക്തിയും കഴിവുകളും ഉണ്ടാകാൻ വേണ്ടി ഭഗവാനെ ഭജിച്ചു. ത്വൽ സേവനം ആവിർബഭൂവിധ തദാ. അങ്ങനെ ഭഗവാനെ ഭജിച്ചതിന്റെ ഫലമായിട്ട് ആ ദക്ഷന്റെ മുമ്പില് അഷ്ടബാഹു, 8 കൈകളോടുകൂടി, അഷ്ട എന്ന് പറഞ്ഞാൽ 8, ബാഹു എന്ന് പറഞ്ഞാൽ കൈകൾ, തസ്മൈ വരം ദദിധ. അങ്ങനെ 8 കൈകളോടുകൂടിയുള്ള സ്വരൂപത്തോടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആവിർബഭൂവിധ എന്ന് പറഞ്ഞാല് ആവിർഭവിച്ചു, അവിടെ പ്രത്യക്ഷമായി. എല്ലായിടത്തും ഭഗവാൻ ഉണ്ട്, പക്ഷെ ചില സന്ദർഭത്തിൽ, ചില പ്രത്യേക സാഹചര്യത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കും. അത് ദക്ഷനെ സംബന്ധിച്ച് ഭഗവത് സേവ കൊണ്ട്, തപസ്സുകൊണ്ട് ഭഗവാനെ കാണാൻ സാധിച്ചു എന്നാണ്. തസ്മൈ വരം ദധിധ. അങ്ങനെ ആ ദക്ഷന് ഭഗവാൻ വരം കൊടുത്തു. എന്താണ് വരം കൊടുത്തത്? സൃഷ്ടിയൊക്കെ ഭംഗിയായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് വരം കൊടുത്തു. അത് മാത്രമല്ല, പ്രജാപതി മകളായിട്ടുള്ള അസിഗ്നിയെ വധുവായിട്ട് ലഭിക്കും എന്നും അനുഗ്രഹിച്ചു. അസിഗ്നി എന്നാണ് ആ കുട്ടിയുടെ പേര്. അതായത് ദക്ഷന്റെ ഭാര്യയായി തീരുന്നത് ഈ അസിഗ്നിയാണ്. അതായത് ഭഗവാൻ അനുഗ്രഹിച്ചത് അസിഗ്നിയെ വിവാഹം കഴിച്ച് സൃഷ്ടിയൊക്കെ വേണ്ടും വണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയട്ടെ എന്നാണ്. ഇതാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് 2-ാമത്തെ ശ്ലോകം നോക്കാം. സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാവു നൈകത്ര വാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമം സ്വമൃഷിരനുഗ്രഹമേവ മേനേ. അങ്ങനെ സൃഷ്ടി വർദ്ധിപ്പിക്കാനുള്ള അനുഗ്രഹമെല്ലാം നേടിയതിന് ശേഷം അസിഗ്നിയെ വിവാഹം കഴിച്ച് ദക്ഷൻ 10,000 തസ്യാത്മജ, ആത്മജൻ എന്ന് പറഞ്ഞ പുത്രൻ, അവന്റെ, അതായത് ഇവിടെ ദക്ഷന് 10,000 അയുതം. തസ്യാത്മജാഹ തു അയുതം ഈശ. അയുതം എന്ന് പറഞ്ഞാല് 10,000 ആത്മജന്മാര്, പുത്രന്മാരുണ്ടായി ഈ ദക്ഷന്. അതിനുശേഷം ആദ്യം 10,000 പുത്രന്മാരുണ്ടായി. അവരുടെ പേര് ഹരിയശ്വന്മാര് എന്നായിരുന്നു. അതൊക്കെ ഭാഗവതത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ മക്കളെ 10,000 കുട്ടികളോടും സൃഷ്ടി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ദക്ഷൻ പറയുന്നത്. പക്ഷേ ഏത് കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഭംഗിയാവണമെങ്കിൽ ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി വേണം. അതുകൊണ്ട് ഭഗവാനെ തപസ് ചെയ്യൂ, സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിനുള്ള കഴിവ് നേടൂ എന്ന് പറഞ്ഞ് അവരെ തപസ് ചെയ്യാനായിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് ദക്ഷൻ. അവര് പോകുന്ന വഴിക്ക് നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷി അവരെ മോക്ഷമാർഗത്തിലേക്ക് നയിച്ചു. അവര് ശുദ്ധഹൃദയന്മാരാണ് എന്ന് കണ്ടിട്ട് ലൗകികന്മാരായിട്ടിരിക്കേണ്ടവരല്ല
എന്ന് മനസ്സിലാക്കി അവരെ ആധ്യാത്മിക മാർഗത്തിലേക്ക് നയിച്ചു. അപ്പോഴോ ദക്ഷന് കുറച്ച് ദേഷ്യം വന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയല്ലോ. കുട്ടികൾ അവര് സ്വന്തമായിട്ട് അവര് നന്നായി എങ്കിലും തൻ്റെ കർമ്മത്തിൽ സഹായം ചെയ്യാനായിട്ട് അവര് ഇല്ലാതെ പോയല്ലോ എന്നുള്ള ഒരു വിഷമം ദക്ഷനുണ്ടായി. സാരമില്ല, അസിഗ്നിക്ക് എത്ര കുട്ടികൾ വേണമെങ്കിലും ഉണ്ടാവും, അതുകൊണ്ട് ഇനിയും കുട്ടികൾ ഉണ്ടാകട്ടെ എന്ന് കരുതി. അങ്ങനെ വീണ്ടും പുനഃസഹസ്രം, പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും, സഹസ്രം 1000 പുത്രന്മാരുണ്ടായി. അവരെയും ദക്ഷൻ ഇതുപോലെ തപസ്സിനായിട്ട് പറഞ്ഞയച്ചു. അപ്പോൾ പ്രത്യേകം ഒന്ന് സൂചിപ്പിച്ചു, വഴിക്ക് വീണയൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു മഹർഷിയുണ്ട്, അദ്ദേഹത്തെ നോക്കണ്ടാകട്ടോ. അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങള് ഒഴിഞ്ഞ് മാറിപ്പൊക്കോളുക എന്നൊരു നിർദ്ദേശവും കൂടി ദക്ഷൻ കൊടുത്തിരുന്നു എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അപ്പോൾ കുട്ടികളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞാൽ അങ്ങോട്ടായിരിക്കും നോക്കുക. അതുപോലെ ഇവരും പോയ വഴിക്ക് നാരദരെ കണ്ടു. നാരദർ ഇവർക്കും മോക്ഷമാർഗം ഉപദേശിച്ചു. അവരും ആ വഴിക്ക് തന്നെ പോയി. ഇതറിഞ്ഞ ദക്ഷന് വളരെ കോപമുണ്ടായി. ശ്രീ നാരദസ്യ വചസ, നാരദരുടെ വാക്കുകൾ അനുസരിച്ച് തവ മാർഗമാപു, അങ്ങയുടെ മാർഗത്തിലേക്ക്, അങ്ങയെ പ്രാപിക്കാനുള്ള മാർഗം, അതാണ് മോക്ഷമാർഗം. മോക്ഷമാർഗത്തിലേക്ക് അവരും പോയി. അപ്പൊ ഈ 2 സൃഷ്ടിയും, അതായത് ആദ്യം സൃഷ്ടിച്ച 10,000 പുത്രന്മാർ, അവർക്ക് ഹരിയശ്വന്മാരെന്ന് പേര്. പിന്നെ ഉണ്ടായ 1000 പുത്രന്മാര്, അവർക്ക് ശബളാശ്വന്മാരെന്ന് പേര്. അവര് 2 സൃഷ്ടിയും ആ കുട്ടികളെ എല്ലാവരെയും നാരദൻ ഭഗവാനെ ഭജിക്കുന്ന വഴിയിലേക്ക് അല്ലെങ്കിൽ മോക്ഷമാർഗത്തിലേക്ക് നയിച്ചു. നൈകത്രവാസമൃഷയേ സമുമോച ശാപം. ന ഏകത്രവാസം, ഒരിടത്ത് തന്നെ, എന്ന് പറഞ്ഞാൽ സാധിക്കാതെ പോകട്ടെ. എന്താണ് ഒരിടത്ത് തന്നെ? ഒരിടത്ത് വാസം, ഒരിടത്ത് തന്നെ വസിക്കാനുള്ള കഴിവ് ഇല്ലാതെ പോകട്ടെ. അതായത് മാറി മാറി ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരട്ടെ എന്നൊരു ശാപം അങ്ങ് കൊടുത്തു. ഒരിടത്ത് തന്നെ നിന്നല്ലേ ഉപദേശിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ സമയം ഒരിടത്ത് തന്നെ നിൽക്കാൻ സാധിക്കാതെ പോകട്ടെ എന്ന് സമുമോച ശാപം. ആ ദക്ഷൻ നാരദരെ ശപിച്ചു. ഭക്തോത്തമം ത്വം ഋഷിരനുഗ്രഹമേവ മേനെ, അങ്ങയുടെ ഭക്തോത്തമനായ ആ നാരദ മഹർഷി ആ ശാപത്തെ എന്തായി കണക്കാക്കി? അനുഗ്രഹമായിട്ട് കണക്കാക്കി. അങ്ങനെയാണ് സജ്ജനങ്ങൾ, എന്തു വന്നാലും അത് ഭഗവാന്റെ അനുഗ്രഹം. അപ്പോ ശാപം എന്നുള്ള ഉദ്ദേശത്തിലാണ് ദക്ഷൻ അത് പറഞ്ഞതെങ്കിലും അത് നാരദൻ അനുഗ്രഹമായിട്ടെടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിടത്ത് തന്നെ കൂടുതൽ സമയം നിൽക്കുമ്പോൾ അവിടവുമായിട്ട് നമുക്കൊരു ഒട്ടലുണ്ടാവും. പിന്നെ അവിടെ വിട്ടുപോകുമ്പോൾ ദുഃഖം ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ ഉള്ളവരുമായിട്ട് പരിചയമായാൽ അവരെ പിരിയുമ്പോൾ ദുഃഖമായി. അങ്ങനെ ഉള്ള മാനസികമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല നമ്മൾ എങ്ങനെ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ. അത് മനസ്സിലാക്കിയ നാരദ മഹർഷി ആ ശാപത്തെ അനുഗ്രഹമായിട്ട് കണക്കാക്കി. നമ്മളും അങ്ങനെ വേണം ശരിക്കും. നമുക്ക് എന്ത് വിപരീത സാഹചര്യം വന്നാലും അത് പിന്നീട് നന്നാവാനാണ്, തൻ്റെ ജീവിതം കൂടുതൽ 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 സുന്ദരമാകാനാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് സജ്ജനമാകുക എന്നുള്ള അവസ്ഥ. അല്ലാതെ എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് സ്വയം ശപിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ല. എന്ത് വന്നാലും അത് ഭഗവാന്റെ അനുഗ്രഹം. അമ്പലത്തിൽ പോകാൻ പറ്റിയാൽ അത് ഭഗവാന്റെ അനുഗ്രഹം. വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നാൽ അതും ഭഗവാന്റെ അനുഗ്രഹം. ഭഗവാന്റെ കഥകളൊക്കെ വായിച്ച് ഭഗവാന്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് അങ്ങനെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. ഏതു വന്നാലും നമ്മൾ അതിനെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ സ്വീകരിക്കാനുള്ള മനസ്സ് വേണമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. ദൗഹിത്രസൂനുരഥതസ്യ സവിശ്വരൂപ
ത്വൽസ്തോത്രവർമ്മിതമജാഭയമിന്ദ്രജോ ദേവത്വദീയ മഹിമാ ഖലു സർവചൈത്ര. അങ്ങനെ ദക്ഷൻ വിഷമിക്കുന്ന അവസ്ഥയില് അദ്ദേഹം വീണ്ടും സൃഷ്ടി നടത്തി. അപ്പോൾ പുത്രിമാരെയാണ് സൃഷ്ടിച്ചത്. ഷഷ്ട്യാ 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. ദുഹിതൃ എന്ന് പറഞ്ഞാൽ പുത്രി. 60 പുത്രിമാരെ സൃഷ്ടിച്ചു. സൃജത കുലൗഘാൻ. അങ്ങനെ ആ പെൺകുട്ടികളിൽ നിന്ന് വംശവർദ്ധനവുണ്ടായി. കുലം എന്ന് പറഞ്ഞാൽ വംശം, കുലൗഘാൻ വംശങ്ങൾ. ദൗഹിത്രസൂനുരഥതസ്യ സ വിശ്വരൂപ. അങ്ങനെ ആ ദക്ഷന്റെ ദൗഹിത്രൻ എന്ന് പറഞ്ഞാല് മകളുടെ മകൻ. ദൗഹിത്ര സൂനു മകളുടെ മകന്റെ മകൻ. സൂനു എന്ന് പറഞ്ഞാലും മകനാണ്. അഥ തസ്യ സ വിശ്വരൂപ. അദ്ദേഹത്തിന്റെ പേരാണ് വിശ്വരൂപൻ. അപ്പോ ദക്ഷന്റെ മകളുടെ മകന്റെ മകനാണ് വിശ്വരൂപൻ. ത്വൽസ്തോത്രവർമ്മിതമജാഭയമിന്ദ്രമാജൗ. അങ്ങയുടെ സ്തോത്രം, അതായത് നാരായണ കവചം എന്ന സ്തോത്രം. ജാഭയമിന്ദ്രമാജൗ. ആജൗ എന്ന് പറഞ്ഞാൽ യുദ്ധം. യുദ്ധത്തില്, അതായത് മിക്കവാറും ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടാവും. അപ്പോൾ ആ യുദ്ധത്തിൽ ഇന്ദ്രനെ വിജയിപ്പിച്ച മന്ത്രം സ്തോത്രമാണ് ഈ നാരായണ കവചം. ഇത് ഉപദേശിച്ചത് വിശ്വരൂപൻ എന്ന് പറഞ്ഞ ഈ കുട്ടിയാണ്. അതായത് ദക്ഷന്റെ മകളുടെ മകന്റെ മകൻ. ദക്ഷന്റെ മകളുടെ മകനാണ് ത്വഷ്ടാവ്. ത്വഷ്ടാവിന്റെ മകനാണ് വിശ്വരൂപൻ. ദേവ ത്വദീയ മഹിമാ ഖലു സർവചൈത്ര. അങ്ങനെ അങ്ങയുടെ മഹിമയാണ് എല്ലായിടത്തും പരക്കുന്നത്. അത് എല്ലായിടത്തും എല്ലാവരെയും വിജയിപ്പിക്കുന്നതാകുന്നു. ഭഗവാനെ ആശ്രയിക്കുന്നവർക്കെല്ലാം അന്തിമ വിജയം ഉറപ്പാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം ഈ വിശ്വരൂപനുമായിട്ട് സംബന്ധിച്ച്, അല്ലെങ്കിൽ ത്വഷ്ടാവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ്. അത് ചിത്രകേതുവിന്റെ കഥയാണ്. ചിത്രകേതുവിന് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അത് നോക്കാം. പ്രാക്ഷൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസ പ്രഭാവാൻ ലബ്ധ്വൈകപുത്രമഥ തത്ര ഹതേ സപത്നീ സംഘൈരമുഹ്യദവശസ്തവ മായയാസൗ. പ്രാക് എന്ന് പറഞ്ഞ പണ്ട്, ശൂരസേന വിഷയേ. ശൂരസേന വിഷയേ എന്ന് പറഞ്ഞ ശൂരസേനം എന്ന രാജ്യത്ത് ചിത്രകേതു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. പോൽ, കില എന്ന് പറഞ്ഞ പോൽ. പുത്രാഗ്രഹി, അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. അനവധി ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷേ ഒരു പുത്രൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പുത്രനെങ്കിലും വേണം, തന്റെ വംശം നിലനിർത്താൻ ഒരു പുത്രനെങ്കിലും വേണം എന്നുള്ള ആഗ്രഹമുണ്ടായി. പുത്രാഗ്രഹി, പുത്രൻ ഉണ്ടാവണമെന്ന ആഗ്രഹമുള്ളവനായി. നൃപതിരംഗിരസ പ്രഭാവ. ആ നൃപതി അങ്കിരസ് മഹർഷിയുടെ പ്രഭാവം കൊണ്ട് ലബ്ധ്വൈകപുത്രം, അങ്കിരസ് മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു പുത്രനെ ലഭിച്ചു. ലഭിച്ചിട്ട് തത്ര ഹതേ, ഒരു പുത്രൻ ഉണ്ടായി. ആ പുത്രൻ കുറച്ചു നാള് ജീവിച്ചു. അത്ര പുത്രൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിന് ആയുസ് അധികം ഉണ്ടായില്ല. ആ കുട്ടി അധിക കാലം ജീവിച്ചില്ല. അത് ഹതനായി, കൊല്ലപ്പെട്ടവനായി. എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? സപത്നീ സംഘൈ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയായ കൃതദ്യുതിക്കായിരുന്നു ഈ അങ്കിരസ് മഹർഷി കൊടുത്ത പ്രസാദം നൽകിയത്. അവൾ അത് കഴിച്ചു, കുട്ടിയുണ്ടായി, ഗർഭിണിയായി, കുട്ടിയുണ്ടായി. ഗർഭിണിയായപ്പോൾ തൊട്ട് ഈ രാജാവിന് കൃതദ്യുതിയോട് മാത്രമായി കൂടുതൽ ഇഷ്ടം. അവളെ പ്രത്യേകം പരിചരിക്കുന്നു, അങ്ങനെ പ്രത്യേകം പരിഗണിക്കുന്നു. മറ്റ് ഭാര്യമാരെയൊക്കെ അവഗണിക്കുകയും കൂടി ചെയ്തു. അത് അവർക്ക് ദുഃഖമുണ്ടാക്കി. അവരെന്ത് ചെയ്തു? രാജാവ് ഇപ്പൊ തന്നെ ഞങ്ങളെ ഇങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ മകൻ വലുതായി വന്നാൽ ഞങ്ങൾ വെറും ദാസികളായി തീരുമല്ലോ എന്ന് വിചാരിച്ച് ഇവര് കൂടി ആലോചിച്ചിട്ട് ഈ മകനാണ് ഇതിന് കാരണക്കാരൻ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ മകനെ അങ്ങ് കൊന്നേക്കാം എന്ന് വിചാരിച്ച്
മകന് വിഷം കൊടുക്കുന്നു. വിഷം കൊടുത്ത് കൊന്നു. അവശസ്തവമായയാസൗ. അത് ആ കുട്ടി മരിച്ചു എന്നറിഞ്ഞപ്പോൾ രാജാവ് ബോധം കെട്ടു. മുഹ്യത് എന്ന് പറഞ്ഞാല് ബോധം കെട്ടു പോവുക. അമുഹ്യത് മോഹാലസ്യപ്പെടുക, ബോധം കെട്ടു പോവുക. അങ്ങയുടെ മായയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അന്ന് ആ രാജാവിന് ഉണ്ടായില്ല എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. തം നാരദസ്തു സമമംഗിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധൗ നൃപതിം ന്യയുങ്ക്താ. തം നാരദസ്തു സമമംഗിരസാദയാലു. അങ്ങനെ മകൻ മരിച്ച് വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന രാജാവിന്റെ അടുത്തേക്ക് നാരദ മഹർഷിയും അങ്കിരസ് മഹർഷിയും ഒപ്പം എത്തി. ദയ തോന്നിയിട്ട് സംപ്രാപ്യ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നിട്ട്, അവിടെ വന്നു ചേർന്നിട്ട് താവതുപദർശ്യ സുതസ്യ ജീവം. ചിത്രകേതുവിനെ കുറെ ഉപദേശിച്ചൊക്കെ നോക്കി. ഇങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടൊന്നും ഒരു മനുഷ്യരും ജീവിക്കുന്നില്ല. ചിലപ്പോൾ ഉണ്ടായ ഉടനെ മരിക്കും, ചിലപ്പോൾ കുറെ കാലം ജീവിക്കും. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് മനസ്സിലാക്കി സ്വസ്ഥനാകൂ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. അപ്പോൾ നാരദ മഹർഷി ഒരു ഇന്ദ്രജാലം കാണിച്ചു. സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം. ആ കുട്ടിയുടെ ജീവനെ വിളിച്ചു വരുത്തി. നാരദ മഹർഷിയുടെ യോഗസിദ്ധി കൊണ്ട് ആ കുട്ടിയുടെ ജീവൻ പോയതാണല്ലോ, ശരീരം അവിടെ കിടക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ജീവനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഈ അച്ഛനമ്മമാരെ ഇങ്ങനെ വിട്ടുപോയാൽ കഷ്ടമല്ലേ? ഈ ചെറുപ്രായത്തിൽ ഇവരെ സന്തോഷിപ്പിക്കൂ. ഈ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ഇവരെ സന്തോഷിപ്പിക്കുകയും വലുതായിട്ട് രാജ്യഭരണമൊക്കെ ഏറ്റെടുത്ത് സുഖമായി ജീവിച്ചതിന് ശേഷം മാത്രമാണ് ശരീരം ഉപേക്ഷിക്കേണ്ടത് എന്ന് നാരദ മഹർഷി പറഞ്ഞപ്പോൾ ആ ജീവൻ ചോദിച്ചു, കസ്യാസ്മി പുത്ര, ഞാൻ ആരുടെ പുത്രനാണ്? ഞാൻ എത്ര ജന്മത്തില് പല ജന്മങ്ങളിൽ പല അച്ഛനമ്മമാരെനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലരുടെയും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മരിച്ചു കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോവുക എന്നുള്ള ഒരു കാര്യം ഇല്ല. എനിക്ക് ഈ ജന്മത്തില് ഇത്രയും കാലമേ ജീവിക്കേണ്ടതായിട്ടുള്ളൂ. ഞാൻ തിരിച്ചു വരാനായിട്ട് അശേഷം താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ ആ ജീവൻ ചോദിക്കുകയാണ്, ഞാൻ ആരുടെ പുത്രനാണ്? ഇപ്പൊ ഏത് അച്ഛനമ്മമാരെയാണ് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഏത് അച്ഛനമ്മമാര് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ ചിത്രകേതുവിന് ആ കുട്ടിയോടുള്ള സ്നേഹപാശം മുറിക്കപ്പെട്ടു. അതായത് തന്നെ തിരിച്ചറിയുന്നില്ല, തന്നോടൊരു സ്നേഹവുമില്ല എന്ന് വന്നു കഴിയുമ്പോൾ അതൊക്കെ പ്രായമായ മാതാപിതാക്കൾക്ക് മനസ്സിലാകും. വിവാഹം കഴിക്കുന്നത് വരെ പൊന്നെ ചക്കരേ എന്നൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല ജോലിയൊക്കെ ആയി നല്ല കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒന്നും വേണമെന്നില്ല. അവരെ പരിപാലിക്കുന്നതിൽ ഒരു താല്പര്യവും ഉണ്ടാവുകയില്ല. അപ്പോൾ മക്കളോട് നേരത്തെ ഉണ്ടായിരുന്ന ആ സ്നേഹവും അപ്പോഴുണ്ടായിരുന്ന സ്നേഹവും, മക്കളെയൊക്കെ കുറ്റം പറയുന്ന മാതാപിതാക്കളാണ് അധികവും ഉള്ളത്. പറയേണ്ടി വരുന്നത് അവരുടെ പെരുമാറ്റം കൊണ്ടാണ്. എങ്കിൽ പോലും ഇതേ ഉള്ളൂ, നമുക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ അവരൊക്കെ നല്ലതാണ്. നമുക്ക് പ്രയോജനമില്ലെങ്കിൽ മക്കളായാലും നമുക്ക് അവരോട് വലിയ സ്നേഹമൊന്നുമില്ല. അതാണ് വാസ്തവം. അപ്പോ ഇത് ഏതച്ഛനമ്മമാരാണ് എന്ന് ചോദിച്ചപ്പോ തന്നെ ചിത്രകേതുവിന്റെ മോഹം, അറിവില്ലായ്മ, അജ്ഞാനം നീങ്ങി. ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ രാമായണത്തിലൊക്കെ പറയുന്നത് പോലെ പെരുവഴി അമ്പലത്തിൽ ഒന്നിച്ചു കൂടുന്നവർ പോലെ കുടുംബത്തിൽ കുറച്ചു നാൾ ഒന്നിച്ചു കൂടുന്നു, അതിനുശേഷം ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നതിലേക്ക് ഒരു ബോധം ചിത്രകേതുവിന് വന്നു. ത്യക്ത്വാ വിമോഹം ത്യക്ത്വാ. അങ്ങനെ ആ മോഹം ചിത്രകേതുവിന് വന്ന അറിവില്ലായ്മ, അജ്ഞാനം നീങ്ങി. നാരദ മഹർഷി അതിനു വേണ്ടി തന്നെയാണ് ഈ ജീവനെ വിളിച്ചു വരുത്തിയത്. എന്തായാലും ചിത്രകേതുവിന്റെ ആ മോഹം നീങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ത്വദർച്ചന വിധൗ നൃപതിം ന്യയുങ്ക്താ. അങ്ങയുടെ
കർശന വിധികളിൽ ഏർപ്പെട്ടു. ഭഗവാനെ എങ്ങനെയാണ് ഭജിക്കേണ്ടത്? ഭഗവാനാണ് എന്നും നമുക്ക് കൂട്ടുകാരനായിട്ട് ബന്ധുവായിട്ടും ഒക്കെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചാൽ, ഭഗവാനെ അങ്ങനെ തന്നെ കണക്കാക്കിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഭഗവാനെ ഭജിക്കുകയാണ് ഒരു ജീവന്റെ പരമമായ ലക്ഷ്യം. ഭഗവാനിൽ എത്തിച്ചേരുകയാണ് നമ്മൾക്ക് ജന്മം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള ലക്ഷ്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് സംഭവിച്ചു ഈ ചിത്രകേതുവിനെന്ന് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. സ്തോത്രം ച മന്ത്രമപി നാരദതോഥ ലബ്ധ്വാ ദോഷായ ശേഷവപുഷോ നനുതേ തപസ്യൻ വിദ്യാധരാധിപതി താം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജദ്ഭവന്തം. സ്തോത്രം ച മന്ത്രമപി, സ്തോത്രവും മന്ത്രവും ഒക്കെ എവിടുന്ന് കിട്ടി? നാരദതോഥ ലബ്ധ്വാ, നാരദനിൽ നിന്ന്. അതായത് നമ്മുടെ മനസ്സ് ശുദ്ധമായി ഭഗവാനിലേക്ക് അഭിമുഖമായി ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ വന്നു തുടങ്ങിയാൽ ഉടനെ അവിടെ ഒരു ഗുരു എത്തും. നമ്മൾ ഗുരുവിനെ അന്വേഷിച്ച് നടക്കേണ്ടതില്ല. അങ്ങനെയുള്ള മിടുക്കന്മാരായിട്ടുള്ള നിഷ്കളങ്കരായ ഭക്തന്മാർക്ക് മുമ്പിലൊക്കെ എത്തുന്ന മഹർഷിയാണ് നാരദ മഹർഷി. ഈ നാരദ മഹർഷി ചിത്രകേതുവിന് സ്തോത്രവും മന്ത്രവും ഒക്കെ ഉപദേശിച്ചു. ലബ്ധ്വാ, ലഭിച്ചിട്ട്. തോഷായ ശേഷവപുഷോ, ഈ ചിത്രകേതുവിന്റെ ഉപാസനാമൂർത്തി ആദിശേഷനായിരുന്നു. അതുകൊണ്ട് ആദിശേഷനെയാണ് ഭജിച്ചത്. ആദിശേഷനെ ഭജിക്കാനുള്ള ഓരോരുത്തരുടെയും മനോനില അനുസരിച്ച് ഭഗവാന്റെ ഓരോ രൂപം, എല്ലാ രൂപങ്ങളും ഒന്ന് തന്നെ. ദശാവതാരത്തിലെല്ലാം ഭഗവാൻ തന്നെ. ദശാവതാരം എന്നല്ല, അനവധി അവതാരങ്ങൾ. ഭഗവാൻ അനുനിമിഷം ആവശ്യമുള്ളതനുസരിച്ച് രൂപം എടുക്കാൻ കഴിവുള്ളവനാണ്. അതെല്ലാം ഭഗവാന്റെ അവതാരമാണ്. പക്ഷേ ഓരോരുത്തരുടെയും മനോനില അനുസരിച്ച് നമുക്ക് ഭജിക്കാം. അതാണ് ഹിന്ദുക്കളുടെ ഒരു ഭാഗ്യം. ഓരോരുത്തർക്കും എല്ലാവരും വ്യത്യസ്തരാണ്. തൻ്റെ സങ്കല്പം അനുസരിച്ചും തനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതനുസരിച്ചുമുള്ള രൂപത്തിൽ നമുക്ക് ഭഗവാനെ ഭജിക്കാൻ സാധിക്കും. അപ്പൊ ഈ ചിത്രകേതുവിന്റെ ഉപാസനാമൂർത്തി ആദിശേഷനായിരുന്നു. അതുകൊണ്ട് ആദിശേഷനെ ഭജിക്കാനുള്ള മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെയാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത്. തോഷായ ശേഷവപുഷോ, ആദിശേഷന്റെ രൂപമുള്ള ഭഗവാൻ. വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം, ശേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദിശേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. തോഷായ എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കാൻ. ആദിശേഷനെ സന്തോഷിപ്പിക്കാൻ വേണ്ട സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെയാണ് നാരദ മഹർഷി ഉപദേശിച്ചത്. നനുതേ തപസ്യൻ, അങ്ങനെ മനസ്സ് ഏകാഗ്രമാക്കി ചിത്രകേതു തപസ് ചെയ്തു. വിദ്യാധരാധിപതി താം സഹി സപ്തരാത്രേ, നമ്മള് അധിക കാലം തപസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സ് ഏകാഗ്രമാണെങ്കിൽ, എത്ര ഖട്വാങ്കനാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മോക്ഷം കിട്ടി. അതുപോലെ ഇവിടെ ചിത്രകേതുവിന് 7 ദിവസമേ ഈ തപസ് ചെയ്യേണ്ടി വന്നുള്ളൂ. നമ്മൾ മറ്റു കർമ്മങ്ങൾക്കൊക്കെ എത്ര സമയം ചെലവഴിക്കുന്നു, എന്നിട്ട് അതിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖം എന്താണ്? വളരെ തുച്ഛമാണ്. ഇത് ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആനന്ദത്തിന് കുറവ് വരികയേയില്ല. പക്ഷെ ആ പ്രയത്നം നമ്മൾ ജീവിത അവസാനത്തിലേക്ക് വെക്കുകയാണ്. വയസ്സായിട്ട് ആകാം. നമ്മുടെ പ്രവർത്തനമെല്ലാം ശരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നത് സുഖമാകാനാണ്. ഇത് ഭഗവാനാണെങ്കിലോ അനന്ത സുഖസ്വരൂപനാണ്. ഈ ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു സുഖത്തെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ടി വരില്ല. പക്ഷേ ആ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. 7 ദിവസം കൊണ്ട് തന്നെ ചിത്രകേതു, ഇത്രയും ലൗകികനായിരുന്ന, മകൻ ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ചിത്രകേതു 7 ദിവസം കൊണ്ട് ഈ ആദിശേഷനെ പ്രത്യക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ ആദിശേഷൻ ചിത്രകേതുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്തു കൊടുത്തു? വിദ്യാധരാധിപതി താം, വിദ്യാധരന്മാരുടെ അധിപതിയാക്കി, അതായത് വിദ്യാധരന്മാരുടെ രാജാവാക്കി. ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജദ്ഭവന്തം, അങ്ങനെ ഭഗവാനെ കണ്ടതുകൊണ്ട് എന്നാ ഭജന അങ്ങ് നിർത്തി. ഇനിയിപ്പോ എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തല്ലോ, ഇനിയിപ്പോ എന്തിനാ ഭജിക്കുന്നത്? ഞാൻ ചോദിച്ച കാര്യമൊക്കെ അദ്ദേഹം ചോദിച്ചിട്ട് കിട്ടിയതല്ല കേട്ടോ, ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയതാണ്. സാധാരണ നമ്മളൊക്കെ
ഒരു പ്രത്യേക കാര്യം, കല്യാണം നടക്കണം എന്ന് വിചാരിച്ച് ഭഗവാനെ ഭജിച്ചാൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ ഭജിക്കലില്ല. കാര്യം നടന്നല്ലോ. കുട്ടി ഉണ്ടാവണം എന്നോർത്ത് ഭജിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തിനാ ഭജിക്കുന്നത്? കുട്ടി ഉണ്ടായല്ലോ. പിന്നെ ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോവുക. ഇത് ചിത്രകേതു അങ്ങനെയല്ല. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹിച്ചു, എന്നാലും അകുണ്ഠമതിരന്വഭജത്, ഈ ഭജന തുടർന്നുകൊണ്ടിരുന്നു. ഭഗവത് സേവ അല്ലെ, ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് യാതൊരു വിഘ്നവും കൂടാതെ തുടരാൻ ചിത്രകേതുവിന് കഴിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്ന ചിരതോ നുതിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ. ഈ ആദിശേഷന്റെ രൂപം ആണിവിടെ വർണ്ണിക്കുന്നത്. താമരവളയം പോലെ വെളുത്തതും മൃണാളധവളേന, മൃണാളം എന്ന് പറഞ്ഞാല് താമര, താമരയുടെ തണ്ടുപോലെ വെളുത്തതും 1000 സഹസ്രശീർഷ്ണ, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, ശീർഷം എന്ന് പറഞ്ഞാൽ തല, അതായത് പാമ്പിന്റെ ആവുമ്പോൾ പത്തി, 1000 പത്തികൾ, ശിരസ്സുകൾ. സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി, ചുറ്റും നിന്ന് സിദ്ധന്മാർ, സിദ്ധഗണാവൃതേന, ചുറ്റും സിദ്ധന്മാരൊക്കെ നിന്ന് സ്തുതിക്കുന്ന രൂപം. പ്രാദുർഭവന്ന ചിരതോ നുതിഭി പ്രസന്നോ, ഇങ്ങനെ വീണ്ടും ഭജിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഈ രൂപത്തിൽ ചിത്രകേതുവിന്റെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ, കാലതാമസം കൂടാതെ നിന്തിരുവടി പ്രത്യക്ഷപ്പെട്ട് സ്തുതികളാൽ സന്തുഷ്ടനായിട്ട് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം ചിത്രകേതുവിന് ഉപദേശിച്ച് അനുഗ്രഹിച്ചിട്ട് അന്തർധാനം ചെയ്തു. തിരോധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്തർധാനം ചെയ്യുക, അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ഭജനത്തിന് ഓരോ പടികളുണ്ട്. നമ്മൾ വിചാരിക്കും ഭഗവാനെ കണ്ടു, തപസ് ചെയ്തു, ഭഗവാനെ കണ്ടു, ഭഗവാൻ അനുഗ്രഹിച്ചു, വിദ്യാധരാധിപതിയൊക്കെ ആക്കിയല്ലോ, ഇനി ഭജിക്കുന്നത് എന്തിനാ? വീണ്ടും ഭജിക്കുമ്പോൾ നമ്മൾ അതിനടുത്ത പടിയിലേക്ക് ഉയരും. അങ്ങനെ ഭജനം ഒരിക്കലും മുടക്കരുത്. ഈശ്വര ഭജനം നമ്മുടെ ശ്വാസം പോലെ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. അങ്ങനെയാണെങ്കിൽ അനുനിമിഷം ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും എന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഭക്തമൗലിരഥോപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗാതിരേകരഹിതോ ലളിതം ചചാര. ത്വദ്ഭക്തമൗലി, അനന്തരം നിന്തിരുവടിയുടെ ഭക്തന്മാരിൽ അത്യുത്തമനായി തീർന്നു ഈ ചിത്രകേതു. അതാണ് അനേക ലക്ഷം സംവത്സരം മനസ്സന്തോഷത്തോടുകൂടി, ലക്ഷലക്ഷം വർഷാണി, അനേക ലക്ഷം വർഷങ്ങള് ഹർഷുലമന, ഹർഷുലമന എന്ന് പറഞ്ഞ സന്തോഷമുള്ള മനസ്സോടുകൂടി, ഭുവനേഷു എല്ലാ ലോകങ്ങളിലും നിന്തിരുവടിയുടെ ഗുണങ്ങളെ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് യഥേഷ്ടം പാടിച്ചുകൊണ്ട് സുഖങ്ങളിൽ അത്യാസക്തി കൂടാതെ ഉല്ലാസത്തോടെ സഞ്ചരിച്ചു. സംഗാപയൻ ഗുണഗണം, സംഗാപയൻ എന്ന് പറഞ്ഞാൽ പാടിപ്പിക്കുക. ആരുടെ ഗുണഗണങ്ങളാണ്? ഭഗവാന്റെ ഗുണഗണങ്ങൾ. തവ ഗുണഗണം സുന്ദരീഭിഹി, സുന്ദരിമാരെ കൊണ്ട് അങ്ങയുടെ ഗുണഗണങ്ങളെ പാടിപ്പിച്ചുകൊണ്ട് എങ്ങനെ സഞ്ചരിച്ചു? സംഗാതിരേകരഹിതോ, സംഘമില്ലാതെ. നമ്മൾ സുഖങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിലും അതിലൊരിക്കലും ഒട്ടലുണ്ടാവരുത്. അതെപ്പോ വേണമെങ്കിലും ഇല്ലാതെയാവാം. ലൗകികമായ സുഖങ്ങളെല്ലാം എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെയാകാവുന്നതാണ്. അതിനോട് അധികം ഒട്ടലരുത് എന്ന് അനുനിമിഷം നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വേണം ആധ്യാത്മിക മാർഗത്തിൽ നമ്മൾ ചരിക്കാൻ. അവിടെ നമുക്ക് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ മനസ്സിനെ ഇതേ വിധം പരിശീലിപ്പിക്കണം.
സംഗാതിരേകരഹിതോ ലളിതം ചചാര. അങ്ങനെ അദ്ദേഹം വിമാനത്തിൽ അപ്സര സ്ത്രീകളോടൊത്ത്, വിദ്യാധര സ്ത്രീകളോടൊത്ത് അങ്ങനെ സഞ്ചരിച്ചു. ഭഗവാന്റെ ഗുണങ്ങള് കീർത്തനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ലോകാലോകങ്ങൾ, എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ലക്ഷം വർഷങ്ങള്, അതായത് അനവധി ലക്ഷം വർഷങ്ങൾ അങ്ങനെ ഭഗവത് ഗുണകഥനങ്ങൾ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. സംഗവിലയായ ഭവത് പ്രണുന്യോ നൂനം സരൂപ്യ ഗിരിമാപ്യ മഹൽ സമാജേ നിശങ്കമംഗകൃതമംഗജവല്ലഭാരി തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ. അത്യന്ത സംഗവിലയായ ഭവത് പ്രണുന്യോ. അങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഉള്ളില് വിഷയാസക്തിയിൽ നിന്നൊക്കെ സംഘമില്ലാതെ സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞാലും ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറയും, വെളുത്തുള്ളി ഉണ്ടാക്കിയ പാത്രത്തില് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആ വെളുത്തുള്ളിയുടെ മണം ഉണ്ടാവും. അതുപോലെ നമ്മൾ കുറേ കാലം അതായത് ലൗകിക ജീവിതത്തിൽ മുഴുകി കഴിയുമ്പോൾ അതിൻ്റെ ഒരു വാസന പൂർണ്ണമായിട്ടും നീങ്ങാൻ കുറേ ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ ഭജനമൊക്കെ നടത്തി കുറേയൊക്കെ ഒരു മാറ്റം വന്നു എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു പക്ഷേ കുറച്ച് വാസനകളൊക്കെ അവശേഷിക്കും. അങ്ങനെ ഈ ചിത്രകേതുവിന്റെ ഉള്ളിൽ ഒരു അല്പം വാസന അവശേഷിച്ചിരുന്നു. അതിനെ അത്യന്ത സംഘവിലയായ, അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നതിന് വേണ്ടി എന്ത് സംഭവിച്ചു? കൈലാസത്തിന്റെ മുകളിൽ കൂടി അങ്ങനെ സഞ്ചരിക്കുന്ന അവസരത്തില് ശിവനെ കണ്ടു. ശിവൻ അങ്ങനെ മഹർഷിമാരുടെ നടുക്കിരുന്ന് തത്വവിചാരമൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മടിയിൽ പാർവതി ദേവിയുണ്ട്. പാർവതി ദേവിയെ ആലിംഗനം ചെയ്ത് ഇരുന്നു കൊണ്ടാണ് മഹർഷിമാരോട് തത്വവിചാരം ചെയ്യുന്നത്, തത്വങ്ങളൊക്കെ പറയുന്നത്. അത് കണ്ടപ്പോൾ ചിത്രകേതുവിന് ഉള്ളിലുണ്ടായിരുന്ന ആ ലൗകിക വിഷയ വാസനകൾ കുറച്ച് അവശേഷിച്ചിരുന്നത് തലപൊക്കി. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ശിവനെ പരിഹസിക്കണമെന്ന് തോന്നി. മഹർഷിമാരുടെ മധ്യത്തിൽ ശങ്ക കൂടാതെ ഭാര്യയെ മടിയിൽ വെച്ചിരിക്കുന്ന കാമാന്തകൻ, ശിവന്റെ പേര് കാമാന്തകൻ എന്നാണ്. പക്ഷേ ഭാര്യയെ അങ്ങനെ മഹർഷിമാരുടെ മുമ്പിൽ വെച്ച് മടിയിൽ വെച്ച് ആലിംഗനം ചെയ്തിരിക്കുന്ന ശിവനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് പരിഹസിക്കാനാണ് തോന്നിയത്. മഹർഷിമാർക്കാർക്കും തോന്നിയില്ല. ശിവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേട്ട് അവർക്കൊന്നും ഒരു ചാഞ്ചല്യവുമില്ല. ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ അവിടെ വന്നു പോകുന്നുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവരുടെ ആ മനസ്സുറപ്പ് ചിത്രകേതുവിന് ആയിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആധ്യാത്മിക മാർഗത്തിലുള്ള സഞ്ചാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ തലകുത്തി വീഴാനുള്ള സാധ്യത ഒത്തിരിയുണ്ട്. നമ്മുടെ പരിശ്രമങ്ങളൊക്കെ ചിലപ്പോൾ കുറെ അധികം വ്യർത്ഥമായി പോകും. അറിയാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നമുണ്ടാക്കിയാൽ. ശിവന്റെ മഹിമയൊക്കെ അത്ര വിശദമായിട്ടൊന്നും ചിത്രകേതുവിന് അറിയില്ലായിരുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ വാസനാബലം അങ്ങനെ പറയിപ്പിച്ചതാകാം. എന്തായാലും ശിവനെ പരിഹസിക്കാൻ തോന്നി. കൊള്ളാം, ഭാര്യയെ മടിയിൽ വെച്ച് ആണ് തത്വവിചാരം ചെയ്യുന്നത്. സദസ്സിലിരുന്ന് ഭാര്യയെ ആലിംഗനം ചെയ്തുകൊണ്ട് തത്വവിചാരം ചെയ്യുന്നു മഹർഷിമാരോട് എന്ന് പറഞ്ഞു. ശിവൻ പക്ഷേ എന്ത് ചെയ്തു? യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല, പുഞ്ചിരിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ ദേവിക്ക് അങ്ങനെയല്ല. ഇവൻ എങ്ങനെ ഈ വിദ്യാധരനായി? ഇവനെ ആരാണ് ഈ വിദ്യാധര പദവിയിലേക്ക് ഉയർത്തിയത് എന്നുള്ള ഒരു കോപം ദേവിക്കുണ്ടായി. ഇവൻ വിദ്യാധരനൊന്നും ആകാൻ യോഗ്യനല്ല, ഇവൻ അസുരനാവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് പാർവതി ദേവി അസുരനായി പോകട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ചിത്രകേതു ആ ശാപത്തെ മുമ്പ് നമ്മൾ കണ്ടായിരുന്നു. നാരദ മഹർഷിക്ക് കിട്ടിയ ഒരു ശാപം, ദക്ഷനിൽ നിന്ന് കിട്ടിയ ശാപം നാരദ മഹർഷി എങ്ങനെ സ്വീകരിച്ചു എന്നത്.
അതുപോലെ ഇവിടെ ശാപം കിട്ടിയ ചിത്രകേതു എന്ത് ചെയ്തെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യ ഗതപദം തേ. നിസ്സംഭ്രമസ്ത്വയമയാചിത, ഒരു സംഭ്രമം ഉണ്ടായില്ല. അയ്യോ എനിക്ക് ശാപം കിട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു സംഭ്രമം ഒന്നും ചിത്രകേതുവിനുണ്ടായതേയില്ല. അയാചിത, അയാചിത എന്ന് പറഞ്ഞാൽ യാചിച്ചില്ല. എന്ത് യാചിച്ചില്ല? ശാപം കിട്ടിയാൽ ഉടനെ എല്ലാവരും ചെയ്യുന്നത് ശാപമോക്ഷം തരണേ എന്ന് ചോദിക്കും. ഇദ്ദേഹം ശാപമോക്ഷം പോലും ചോദിച്ചില്ല. അയാചിത ശാപമോക്ഷോ. അപ്പൊ പാർവതീദേവി പറഞ്ഞു, ശാപമോക്ഷം, എനിക്ക് തെറ്റുപറ്റിപ്പോയി മോനെ, ശാപമോക്ഷം ചോദിക്കൂ. ശാപം ചോദിക്കാതെ കൊടുക്കാം, പക്ഷേ ശാപമോക്ഷം ചോദിച്ചാലേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ശാപമോക്ഷം ചോദിക്കൂ എന്ന് ദേവി അപേക്ഷിച്ചെങ്കിലും ചിത്രകേതു പറഞ്ഞു, എനിക്ക് ശാപമോക്ഷം വേണ്ട. അമ്മ ശിക്ഷിച്ചാൽ, ഗുരുക്കന്മാര് ശിക്ഷിച്ചാൽ അത് കുട്ടികൾ നന്നാവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ശിക്ഷ ഞാൻ ശിരസാ വഹിക്കുന്നു, സന്തോഷത്തോടെ വഹിക്കുന്നു. ഞാൻ ശിക്ഷയ്ക്ക് അർഹനായതുകൊണ്ടാണ് എന്നെ ശിക്ഷിച്ചത്. അതുകൊണ്ട് എനിക്ക് യാതൊരു പരിഭവവുമില്ല, ശാപമോക്ഷവും വേണ്ട എന്ന് പറഞ്ഞ് അയാചിത ശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ, അങ്ങനെ ആ അസുരനായി പോകട്ടെ എന്ന വാക്കിൽ നിന്ന് ചിത്രകേതു ആയി തീർന്ന അസുരനാണ് വൃത്രാസുരൻ. വൃത്രാസുരത്വം ഉപഗമ്യ ആയി തീർന്നു സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈഹി. സുരേന്ദ്രനുമായിട്ട്, അതായത് ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഭക്തി ആത്മതത്വകഥനൈ സമരേ വിചിത്രം, യുദ്ധത്തിനിടയിൽ ആത്മതത്വങ്ങളൊക്കെ പറയുന്നു. ശത്രോരപി ഭ്രമമപാസ്യ, ശത്രുവിന് പോലും ഭ്രമമുണ്ടാക്കി. ഇത് ആരിത്, എന്താണ് ഇങ്ങനെ ഈ പറയുന്നത്, സിദ്ധന്മാരുടെ പോലെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് എന്നെ വേഗം വധിക്കൂ, എനിക്ക് ഭഗവാന്റെ പാദങ്ങളിൽ എത്തണം, നീ തന്നെ ജയിക്കുള്ളൂ, നിന്റെ കയ്യിൽ വജ്രായുധമില്ലേ, ദധീചി മഹർഷിയുടെ നട്ടലിൽ നിന്ന് ഉണ്ടാക്കിയ വജ്രായുധം നിന്റെ കയ്യിലില്ലേ, അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് വധിക്കൂ. നീ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹരിയുടെ പദത്തില് അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ എത്താമല്ലോ, ഭഗവാന്റെ പാദത്തിലേക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് എത്തണം, ഞാനിങ്ങനെ ഭഗവാനെ കാണാൻ കൊതിച്ച് ഇരിക്കുകയാണ് എന്നൊക്കെയുള്ള ആ ഭക്തിയോടുകൂടിയ ആത്മതത്വ കഥനം കേട്ടിട്ട് ദേവന്മാർ പോലും, ദേവേന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ശത്രുവിനോട്, അതായത് വൃത്രാസുരനോട് വളരെ ബഹുമാനം തോന്നി. വിശ്വരൂപൻ, ദേവേന്ദ്രന് ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. ആ ബൃഹസ്പതിയെ വേണ്ട തരത്തിൽ ബഹുമാനിക്കാതെ വന്നപ്പോൾ അദ്ദേഹം അന്തർധാനം ചെയ്തു. അങ്ങനെ ഗുരുവില്ലാതെ വന്നപ്പോൾ ഇനി ആരാണ് ഗുരുവാക്കാൻ യോഗ്യനായിട്ടുള്ളത് എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞതാണ് തുഷ്ടാവിന്റെ മകനായിട്ടുള്ള വിശ്വരൂപൻ. മുമ്പൊരു ശ്ലോകത്തില് വിശ്വരൂപനെ പറ്റി പറഞ്ഞായിരുന്നു. ആ വിശ്വരൂപനെ ഗുരുവാക്കിക്കൊള്ളൂ, പണ്ഡിതനാണ്, അദ്ദേഹത്തെ ഗുരുവാക്കാൻ യോഗ്യനാണ്. തുഷ്ടാവ് ദേവനും വിശ്വരൂപന്റെ അമ്മയായ രചന അസുര സ്ത്രീയുമാണ്. അതുകൊണ്ട് ദേവലോകത്തും അസുരന്മാരുടെ കൂട്ടത്തിലും അവർക്ക് സ്ഥാനമില്ലാതെ ആയിരുന്നു. എന്നാൽ ആവശ്യം വന്നപ്പോൾ ദേവേന്ദ്രൻ വിശ്വരൂപനെ പോയി കണ്ട് തൻ്റെ ഗുരുവാകണമെന്ന് അഭ്യർത്ഥിച്ചതിന്റെ പേരിൽ വിശ്വരൂപൻ ഗുരുവായി തീർന്നതാണ്. അങ്ങനെ അസുരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചു. നാരായണ കവചം മന്ത്രം ഉപദേശിച്ച് ആ മന്ത്രത്തിന്റെ ബലത്തിൽ ദേവേന്ദ്രൻ ജയിച്ചു. പക്ഷേ അതിനുശേഷം വിശ്വരൂപൻ ചെയ്യുന്ന യാഗങ്ങളിലെല്ലാം അമ്മയുടെ ആൾക്കാരായ അസുരന്മാർക്കും കുറച്ച് യാഗഭാഗം കൊടുക്കാൻ തുടങ്ങി എന്നറിഞ്ഞ ദേവേന്ദ്രന് കോപം വന്നിട്ട് ആ വിശ്വരൂപനെ വധിക്കുന്നു. ആ വിശ്വരൂപനെ വധിച്ചതറിഞ്ഞ് വിശ്വരൂപന്റെ അച്ഛനായ തുഷ്ടാവ് വളരെയധികം ദുഃഖിക്കുകയും ഇന്ദ്രനെ കൊല്ലണം എന്നുള്ള ചിന്തയോടെ ഒരു യാഗം ചെയ്യുകയും ഹോമം നടത്തുകയും അതിൽ മന്ത്രം പിഴച്ചിട്ട് ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന മകൻ എന്നായി തീർന്നു.
അങ്ങനെ ഉണ്ടായ അസുരനാണ് ഈ വൃത്രാസുരൻ. ആ ഹോമാഗ്നിയിൽ നിന്ന് ഉണ്ടായ അസുരനാണ് വൃത്രാസുരൻ. അപ്പോ അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഈ വൃത്രനുണ്ട്. അസുരനായി പോകട്ടെ എന്നുള്ള ശാപത്തിൽ നിന്ന് അസുരനായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അസുരനായാലും ദേവനായാലും മനുഷ്യനോ മൃഗമോ എന്തായാലും ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവത് പാദത്തിൽ എത്തിച്ചേരാം എന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. ത്വൽസേവനേന ദിതിരിന്ദ്രവധോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോഭിലേഭേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ ഭഗവാനെ ഭജിക്കുന്ന മറ്റൊരു രീതിയാണ് വർണ്ണിക്കുന്നത്. ത്വൽസേവനേന ദിതി. ദിതി വളരെ വിഷമിച്ചു. ദേവേന്ദ്രന്റെ അസുരന്മാരെ തോൽപ്പിക്കുന്ന പ്രവർത്തനം കൊണ്ട് വളരെയധികം ദേവേന്ദ്രനെ കൊല്ലണം എന്നുള്ളൊരു ചിന്ത ദിതിക്കുണ്ടായി. അപ്പോ ഭർത്താവായ കശ്യപൻ വന്നപ്പോൾ ദേവേന്ദ്രനെ കൊല്ലാനായിട്ട് ഒരു മകനുണ്ടാകണം, അതിനെന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതം ദിതിക്ക് ഉപദേശിക്കുന്നു. അതിൻ്റെ അവസാന കാലത്ത് കശ്യപൻ ദേവേന്ദ്രനോട് പറഞ്ഞു, അമ്മയ്ക്ക് ദിതിക്ക് അസുരന്മാരുടെ അമ്മയായ ദിതിക്ക് ഇന്ദ്രനെ കൊല്ലാൻ ആഗ്രഹമുണ്ട്, അതിനായിട്ടൊരു മകനുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളുക എന്നൊരു സൂചന കശ്യപൻ ഇന്ദ്രനു നൽകിയിരുന്നു. അപ്പോൾ ത്വൽസേവനേന ദിതിരിന്ദ്രവധോദ്യതാപി, ഇന്ദ്രനെ വധിക്കുന്നതിനായിട്ട് ആഗ്രഹിച്ച് ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുകയും അതിന്റെ ഫലമായിട്ട് ദിതി ഗർഭിണിയായി 1 വർഷത്തോളം അങ്ങനെ വ്രതം ചെയ്തുകൊണ്ടിരുന്നു. അതിനൊത്തിരി നിയമങ്ങളുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ഉറങ്ങരുത്, മുടി അഴിച്ചിട്ട് നടക്കരുത്, അങ്ങനെ ഒത്തിരി കർശന നിയമം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദുഷ്ടചിന്തയാണ് ഇതിന് പുറകിൽ. ഭഗവാനെ ഭജിക്കുന്നതിന്റെ പുറകിൽ നല്ല ചിന്തയല്ല, ഒരാളെ കൊല്ലണം എന്നുള്ള ചിന്തയാണ്. എന്നാലും ആയിക്കോട്ടെ, ഭഗവാനെയാണല്ലോ ഭജിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കാര്യം നേടാനും ഭഗവാനെ ഭജിക്കാം. ചീത്ത ചിന്തയോടെ ദുഷ്ടചിന്തയോടെ ഭഗവാനെ ഭജിച്ചാൽ ആ ചിന്ത നമുക്ക് മാറിക്കിട്ടും. ദ്രോഹിക്കണം എന്നുള്ള ചിന്ത മാറിയിട്ട് ദുഷ്ടാശയേപി ശുഭദൈവ ഭവൻ നിഷേവ, അങ്ങേ ഭജിക്കുന്ന, ഭവൻ നിഷേവ എന്ന് പറഞ്ഞാൽ അങ്ങേ ഭജിക്കുക. അപ്പോ ഈ വ്രതത്തിന് എന്തെങ്കിലും ഭംഗം വന്നാൽ ആ ഉണ്ടാവുന്ന കുട്ടി ഇന്ദ്രന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഇന്ദ്രന്റെ ലോകത്തേക്ക് ഇന്ദ്രൻ കൂട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കുമെന്നും കശ്യപൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വ്രതത്തിന് ഭംഗം വന്നു. സന്ധ്യാനേരത്ത് മുടി അഴിച്ചിട്ട് ദിതി ഉറങ്ങാനിടയായി. ആ സമയത്ത് ഇന്ദ്രൻ ദിതിയുടെ സഹായത്തിനായിട്ടൊരു ഉണ്ണിയുടെ രൂപത്തിൽ അവിടെ പൂ പറിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഈ വ്രത നിയമാദികള് പൂജാദികളൊക്കെ ചെയ്യാൻ സഹായി എന്നുള്ള നിലയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിതിയുടെ ഉള്ളിൽ പ്രവേശിച്ച് ആ ഗർഭസ്ഥ ശിശുവിനെ 7 മുറിച്ചു. ആദ്യം അവരെല്ലാവരും ജീവിക്കുക തന്നെ ചെയ്തു എന്ന് കണ്ടപ്പോൾ വീണ്ടും 7 മുറിച്ചു. അങ്ങനെ 49 പുത്രന്മാരായി. ഇനിയും മുറിച്ചാൽ ഇനിയും പുത്രന്മാരുടെ എണ്ണം കൂടുമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും മുറിക്കാതെ ഇന്ദ്രൻ ആ കുട്ടികളോടൊപ്പം പുറത്തേക്ക് വന്നു. അപ്പോൾ ദിതി ഉണരുകയും പുത്ര എന്ന് വിളിച്ച് ഇന്ദ്രനെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അപ്പോൾ കൊല്ലാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ഇന്ദ്രനെ കൊല്ലാനായിട്ടാണ് പുത്രൻ ഉണ്ടാകണമെന്ന് പറഞ്ഞത് പോലും ആ അമ്മയ്ക്ക് ആ ചിന്ത മാറിയിട്ട് ആ ഇന്ദ്രനെ പുത്രൻ എന്നുള്ള രീതിയിൽ കാണാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർത്തു. അതാണ് ഭഗവാന്റെ ഒരു മഹിമ. ചിത്തചിന്തയോടെ അല്ലെ മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നുള്ള ചിന്തയോടെ ആണെങ്കിൽ പോലും ഭഗവാനെ ഭജിച്ചാൽ ആ ചിന്ത മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശുദ്ധമാകും മനസ്സ്.
എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടായ കുട്ടികളാണ് മരുത്തുക്കൾ. അവര് ഇന്ദ്രന്റെ കൂടെ സ്വർഗലോകത്തേക്ക് പോയി എന്നാണ് ഈ ശ്ലോകത്തില്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ഞങ്ങളെ മാം പാലയ തത്താദൃശസ്ത്വമവ, എന്നെ രക്ഷിക്കണേ, മാം എന്നെ, പവനാലയേശ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ. അങ്ങനെയെല്ലാം എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ എന്നെയും ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം മേൽപ്പത്തൂർ ഇവിടെ സമാപിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.